ഹായ് ഗൈസ്, ഇന്നെൻ്റെ ഹോസ്പിറ്റൽ ബാക്ക് പാക്കിങ്ങിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ഞാനിപ്പോൾ 38th വീക്കിലാണ്. അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ബാഗും ഉണ്ണിക്കുള്ള എസെൻഷ്യൽസും നമ്മുടെ എസെൻഷ്യൽസും എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാക്സിമം ഞാൻ കുറേ വീഡിയോസൊക്കെ റെഫർ ചെയ്തിട്ടാണ് ഇത്രയും സെറ്റാക്കിയിരിക്കണേ. അപ്പോൾ ഇതിൽ മാക്സിമം എസെൻഷ്യൽ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു ലിസ്റ്റ് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഞാൻ അവിടെ ലിസ്റ്റ് ഒരെണ്ണം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിത് വീഡിയോയുടെ സൈഡിൽ പിൻ ചെയ്യാം. അപ്പോൾ ഇതിൽ ഞാൻ ബേബി എസെൻഷ്യൽ, മദർ എസെൻഷ്യൽ, പിന്നെ കോമൺ ഐറ്റംസ്, ഇങ്ങനെ 3 കാറ്റഗറിയാക്കി തിരിച്ചിട്ടാണ് ഈ ലിസ്റ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിനനുസരിച്ചാണ് സാധനങ്ങൾ മേടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ലിസ്റ്റ് അനുസരിച്ചാണ് ബാഗെല്ലാം പാക്ക് ചെയ്തത്. അപ്പോൾ ഇത് ഉണ്ണിക്ക് വേണ്ടി സെറ്റ് ചെയ്ത പെട്ടിയാണ്. ഇതിൽ ഉണ്ണിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് പാക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇങ്ങനത്തെ സിപ്പ് ലോക്ക് കവർ മീഷോന്ന് മേടിച്ചിട്ട് അത് കഴുകി ഉണക്കിയിട്ടാണ് ഉണ്ണിയുടെ എല്ലാ സാധനങ്ങളും വെച്ചിട്ടുള്ളത്. ഇതൊരു എക്സ്ട്രാ സിപ്പ് ലോക്ക് കവർ ഇങ്ങനെ ജസ്റ്റ് വെച്ചു എന്ന് മാത്രം. അപ്പൊ ഇതിൽ ഉണ്ണിക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളാണ് ഇതിലുള്ളത്. ഇതെന്ന് പറയണത് ഉണ്ണിയുടെ കെട്ടുടുപ്പുകളാണ്. ഇതിലൊരു 10 കെട്ടുടുപ്പോളം ഉണ്ട്. ഇത് കഴുകി തേച്ച് വെച്ചിരിക്കുന്നതാണ്. അടുത്തത് ഉണ്ണിക്കുള്ള ഫേസ് ടവല്, പാലൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ ഒക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു 5 ഫേസ് ടവല്. ഇതൊരു സെറ്റ് ക്യാപ്പ്, മിറ്റൻസ്, ബൂട്ടീസ് ആണ്. ഇതൊരു സെറ്റ് എടുത്തിട്ടുള്ളൂ. പിന്നെ ഇതൊരു ടർക്കി, ഉണ്ണിനെ കവർ ചെയ്തിട്ട് എന്തെങ്കിലും ഇതിനൊക്കെ എടുക്കാനായിട്ട് ടർക്കി. ഇതൊരു റോംബർ. ഇതടുത്ത റോംബർ. ഇതൊരു ബാത്തിങ് ടവല്. ഇത് കുറച്ച് വൈറ്റമുണ്ട് നമ്മുടെ ഉണ്ണിക്ക് കെട്ടി യൂസ് ചെയ്യാനായിട്ട്, മൂത്രമൊക്കെ ഒഴിക്കുമ്പോൾ യൂസ് ചെയ്യാനായിട്ട് അരികൊക്കെ അടിച്ച് സെറ്റ് ചെയ്തിരിക്കുന്ന ഈ വൈറ്റ്, ഈ കോട്ടൻ്റെ ഒരു 10, 20, 25 എണ്ണം ഉണ്ടാവും. അത് ഇത്രയാണ് ഇതിലുള്ളത്. ഈ കവറില് ഉണ്ണിക്ക് ഇങ്ങനെ പാല് ചിലപ്പോ ജനിക്കണ വശം പാല് ഇങ്ങനെ സക്ക് ചെയ്ത് കുടിക്കാനൊന്നും അറിയുണ്ടാവില്ല. അപ്പോൾ ഇത് സാനിറ്റൈസ് ചെയ്ത് വെച്ചിട്ടുള്ളതാ, ഗോകർണം എന്ന് പറയും. അതും സാനിറ്റൈസ് ഒക്കെ ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് ഈ കവറിലോട്ട് വെച്ചിട്ടുണ്ട്. അത്രയാണ് ഈ ഭാഗത്ത് വരുന്നത്. ഇനി ഇവിടെ വെച്ചിരിക്കുന്നത് കുറച്ച് ഉണ്ണിക്ക് വേണ്ട സ്വാഡിക് ക്ലോത്തുകളാണ്. 3 എണ്ണമാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ ഹുഡ് ടർക്കി പോലത്തെ 2 ടർക്കി. പിന്നെ ഒരു ബ്ലാങ്കറ്റ് പോലത്തെ മസ്ലിൻ ക്ലോത്തിന്റെ ഒരു ബ്ലാങ്കറ്റ്. പിന്നെ അതേപോലെ 2 ഡ്രൈ ഷീറ്റ്. പിന്നെ ഉണ്ണിക്കുള്ള പാമ്പേഴ്സ് മേടിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ ഈ വെറ്റ് വൈപ്സ്, പ്യുവർ വാട്ടറിന്റെ മദർ സ്പ്ലാഷിന്റെ വെറ്റ് വൈപ്സ് ഒരെണ്ണം. പിന്നെ അതേപോലെ സെബാമെഡിന്റെ ഒരു വാഷ് ക്രീം എടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഉണ്ണിക്ക് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഉണ്ണിക്കുള്ള എസെൻഷ്യൽ ആയിട്ട് ഞാൻ പാക്ക് ചെയ്തിരിക്കുന്നത്. അടുത്തതായിട്ട് പിന്നെ ഉണ്ണിക്ക് മേടിച്ചിട്ടുള്ളത് ഇതാണ്. ഇത് ബോട്ട് ബെഡാണ്. ഇത് ഞാൻ വാങ്ങിയത് ആമസോണിൽ നിന്നാണ്. കംഫർട്ടാണ്, കുഴപ്പമൊന്നുമില്ല. മെറ്റീരിയലൊക്കെ സാധാ കോട്ടൺ മെറ്റീരിയലാണ്. 699 അങ്ങനെയാണ് എനിക്ക് വന്നത്. ഞാൻ അതിൻ്റെ ലിങ്കും
ഇപ്പം ഞാൻ ഉണ്ണിക്ക് വാങ്ങിയ സാധനങ്ങളുടെ ലിങ്കും ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഇത് ഒരു ബോട്ട് ബെഡ. ഇനി അടുത്തത് ഞാൻ പാക്ക് ചെയ്തിരിക്കുന്നത് ഇത് എനിക്കും അമ്മയ്ക്കും ഉള്ള ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഡ്രസ്സും സാധനങ്ങളൊക്കെയാണ്. അപ്പം ഇതിൽ എൻ്റെ ടോയ്ലറ്ററീസും എൻ്റെ മേക്കപ്പ് ഐറ്റംസ് ഒക്കെയാണ്. എൻ്റെ സ്കിൻ കെയർ, മറ്റേ ചീർപ്പ്, അങ്ങനത്തെ ഡെയിലി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യേണ്ട എസെൻഷ്യൽ ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ആണ് ഇതിൽ വെച്ചിരിക്കുന്നത്. പിന്നെ എടുത്ത് വെച്ചിരിക്കുന്നത് 2 മുണ്ടാണ്. ഹോസ്പിറ്റലിൽ എന്തായാലും മുണ്ടിൻ്റെ ആവശ്യം എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ 2 മുണ്ടാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഞാനിത് പാൻറ്റീസിൻ്റെ ഒരു പാക്കറ്റ് വാങ്ങിയിരിക്കണം, ഡിസ്പോസിബിൾ പാൻറ്റീസ്. അപ്പോൾ നല്ലോണം ബ്ലീഡിങ് ഉണ്ടാവും എന്നല്ല പറയണം. അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എവറീഡിൻ്റെ ഒരു പാക്കേജാണ് വാങ്ങിയിരിക്കണേ. ഇതും ഇതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇന്നർ വെയറിലൊക്കെ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന പോലെ നമ്മുടെ നമ്മൾ നോർമൽ പീരീഡിൽ നമ്മൾ വെക്കുന്ന പാഡ്, അതും എക്സ്ട്രാ ലാർജ്. ഇതിൻ്റെ ഒരു വിസ്പറിൻ്റെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന സ്റ്റേ ഫ്രീയുടെ ഒരു എക്സലും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്ത് വെച്ചിരിക്കുന്നത് 2 ഷീറ്റാണ്. ഇനി ബെഡിൽ വിരിക്കാനും പിന്നെ അതുപോലെ ബൈസ്റ്റാൻഡേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ബെഡ്ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇനി എടുത്തിരിക്കുന്നത് അമ്മയുടെ ഡ്രസ്സ്, ഇന്നേഴ്സ്, അതുപോലെ തന്നെ എനിക്ക് ആവശ്യമുള്ള ഒരു 3 ഓപ്പൺ നൈറ്റീസ് എടുത്തിട്ടുണ്ട്. ഓപ്പൺ നൈറ്റീസ് വിത്ത് ഇന്നർ വെയേഴ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ എടുത്തിരിക്കുന്നത് ബാത്തിങ് ടവൽ എടുത്തിട്ടുണ്ട്, ടർക്കി എടുത്തിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ വെച്ചിരിക്കുന്നത് 2 സോക്സ് ആണ്. ചിലപ്പോൾ ആ ടൈമിൽ നമുക്ക് നന്നായി ബ്ലീഡിങ് ഉണ്ടാവും എന്ന് പറയണത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ബ്ലീഡിങ്ങിൻ്റെ ടൈമിൽ നമുക്ക് നല്ല തണുപ്പായിരിക്കും. അത് ചിലപ്പോൾ സ്റ്റാൻഡ് ചെയ്യാൻ പറ്റാണ്ടിരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു സെറ്റ് സോക്സും വെച്ചിട്ടുണ്ട്. പിന്നെ ഇത്രയും സാധനങ്ങളാണ് ഇതിൽ എടുത്തിരിക്കുന്നത്. അടുത്തതായിട്ട് ഈ ബാസ്ക്കറ്റിലുള്ള സാധനങ്ങളാണ് പറയാൻ പോകുന്നത്. ഇതിലെന്ന് പറയുന്നത് ലാബർ റൂമിലേക്ക് അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ, എനിക്ക് ഉണ്ണിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മാത്രമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇതിൽ. അപ്പോൾ അധികം കൺഫ്യൂഷൻ ഇല്ലാണ്ട് എല്ലാത്തിനും നമുക്ക് ആ ടൈമിൽ ചിലപ്പോൾ എടുക്കാൻ പറ്റിയെന്നൊന്നും വരില്ല. അപ്പോൾ ഈ ഒരു ബാസ്ക്കറ്റ് നമ്മൾ അവിടേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും ഇതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നതാണ് റിസീവിങ് ടവൽ. റിസീവിങ് ടവൽ ക്ലീൻ ചെയ്തെല്ലാം വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് വൈറ്റ് മുണ്ടും പിന്നെ കള്ളിമുണ്ടും കട്ട് ചെയ്തെല്ലാം വെച്ചിരിക്കുന്നതാണ്, എന്തെങ്കിലും ആവശ്യം വന്നാൽ എടുക്കാനായിട്ട്. നെക്സ്റ്റ് കവറിൽ എൻ്റെ ഒരു ഓപ്പൺ നൈറ്റി, ഒരു ഇന്നർ വെയർ, അതുപോലെ തന്നെ ഡിസ്പോസിബിൾ പാൻറ്റീസ് ഞാൻ കാണിച്ചു തന്നില്ല, അതിൻ്റെ 2 എണ്ണം, പിന്നെ അതുപോലെ 2 പാഡ്, ഇത്രയും വെച്ചേക്കണ ഒരു പാക്കറ്റ്. പിന്നെ അടുത്ത പാക്കറ്റിൽ ഉണ്ണിയുടെ ഒരു കെട്ടുടുപ്പ്, ഒരു പാമ്പേഴ്സ്, പിന്നെ അതേപോലെ തന്നെ ഒരു വൈറ്റ് നമ്മൾ അധികമൊക്കെ അടിച്ച് വെച്ചിരുന്ന ഒരു വൈറ്റ് തുണി, അതും വെച്ചിട്ടുണ്ട്. പിന്നെ സിസേഴ്സ്, ഇനി എങ്ങാനും മുണ്ടിൽ വെട്ടണം എന്ന് എങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ ഓടാതിരിക്കാൻ വേണ്ടി സിസേഴ്സ്. പിന്നെ സെബാമെഡിൻ്റെ ഒരു സോപ്പ്, ചോദിക്കില്ലായിരിക്കും എന്നാലും ജസ്റ്റ് സോപ്പും വെച്ചിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് ഈ ബാസ്ക്കറ്റിൽ. ഇതിൽ എസെൻഷ്യൽസ് മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇനി അടുത്തതായിട്ട് ഹോസ്പിറ്റലിലേക്ക് കോമൺ ആയിട്ട് റൂമിലോട്ട് നമുക്ക് ആവശ്യമുള്ള കുറച്ച് പാത്രങ്ങൾ, അങ്ങനത്തെ ഐറ്റംസ് ആണ്. അപ്പോൾ ഞാൻ ആദ്യം ഒരു ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബൗൾ വെച്ചിട്ടുണ്ട്, എന്തെങ്കിലും കഴിക്കാൻ എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഒരു കപ്പ്, പിന്നെ ഒരു ഫ്ലാസ്ക്, പിന്നെ
പിന്നെ ഒരു സാനിറ്റൈസറിൻ്റെ ബോട്ടിൽ, പിന്നെ 2 പ്ലേറ്റ്, ഭക്ഷണം കഴിക്കുന്ന പ്ലേറ്റ്, പിന്നെ 2 സ്പൂണ്, പിന്നെ ഇതിൽ കുറച്ച് ടിഷ്യൂം പിന്നെ ഒരു മൈക്രോ ഫൈബറിൻ്റെ ഒരു ക്ലോത്ത് എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ തുടയ്ക്കാൻ, ടേബിളൊക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ടൊരു ക്ലോത്ത്, പിന്നെ ഒരു വിമ്മിൻ്റെ ബോട്ടില്, പിന്നെ ഒരു കപ്പ്, പിന്നെ ഒരു ഡെറ്റോള്, പിന്നെ ഉണ്ണിയുടെ ഡ്രസ്സെല്ലാം കഴുകാൻ വേണ്ടിയിട്ട് ഞാൻ മീമിയുടെ ഒരു ഡിറ്റർജൻറ്റാണ് മേടിച്ചിരിക്കണേ. ആ ഡിറ്റർജൻറ്റും വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഓൺലൈനിലാണ് മേടിച്ചിരിക്കണേ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത്രയാണ് ഈ ബക്കറ്റിൽ വരുന്നത്. നെക്സ്റ്റ് ബക്കറ്റിൽ വരുന്നത് ഞാൻ എൻ്റെ ഷാംപൂസും എൻ്റെ ഫേസ് വാഷും വെച്ചിട്ടുണ്ട്. അതേപോലെ സോപ്പ്, സ്ക്രബ്ബർ, ബ്രഷ്, ഇപ്പം അമ്മയാണ് നിൽക്കുന്നത്, അപ്പം അമ്മയ്ക്ക് ബൈസ്റ്റാൻഡറിനുള്ള ബ്രഷും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഒരു ഹാൻഡ് വാഷും പിന്നെ അതേപോലെ ഒരു ഗോദ്രേജിൻ്റെ ഒരു എയർ പോക്കറ്റ് എടുത്തിട്ടുണ്ട്. അത് സ്മെല്ലിന് ഞാൻ ഫീൽ തോന്നുകയാണെങ്കിൽ ടോയ്ലറ്റിൽ ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു പെയർ സ്ലിപ്പേഴ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഉണ്ണിയുടെ ഡ്രസ്സുകളെല്ലാം കഴുകണമെങ്കിൽ കുറച്ച് ക്ലിപ്സ് എടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഈ ബക്കറ്റിൽ. ഇത്രയാണ്. അപ്പോൾ നമ്മളുടെ പാക്കിങ്ങിൽ ഒരുവിധം നമ്മളെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്, ഇനി ഈ ബാഗിൻ്റെ സൈഡിൽ കുറച്ച് എംപ്റ്റി കവേഴ്സും കുറച്ച് ന്യൂസ് പേപ്പറും നമ്മൾ എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. അതും കൂടിയാണ് പിന്നെ എക്സ്ട്രാ ആയിട്ട് നമ്മൾ കൊണ്ടുവന്നത്. അപ്പം ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവന്നത്. ഇതിൽ ഇനി ആവശ്യമുള്ളതും ഇല്ലാത്തതായിട്ടുള്ളത് ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഇനി ഇതിന് അത്യാവശ്യമുള്ള സാധനങ്ങൾ ഞാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് മെൻഷൻ ചെയ്യണം കമൻറ്റിലൂടെ. അത്രയാണ് എൻ്റെ ഈ വീഡിയോ. അപ്പോൾ ഇത് വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. ബൈ.